ഗൈസ്, ഇതൊരു ഫസ്റ്റ് വ്ളോഗാണ്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഓഫീസിന്റെ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് താഴെ വരെ പോയപ്പോ എന്നാ ഒരു ജസ്റ്റ് ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇതെന്റെ കൊളീഗ് അലിബായി. അങ്ങനെ വീഡിയോ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് നേരെ ഓഫീസിൽ നിന്ന് ബാഗും എടുത്ത് സ്ഥിരം ചായ കുടിക്കുന്ന കടയിലേക്ക് അങ്ങ് നടന്നു. അവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. ഞാനൊരു ചായയും ഒരു പഴംപൊരി ഓർഡർ ചെയ്തു. അതും കഴിച്ച് നേരെ റൂമിലേക്ക് നടന്നു. ഇവിടെ നിന്ന് എന്റെ റൂമിലേക്ക് ഒരു 10-14 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. ഈ നടത്ത അത്ര വലിയ രസമുള്ള കാര്യമൊന്നല്ല. പിന്നെ ഈ ടൈമിൽ പോകുന്ന കാരണം അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. രണ്ടാമത്തെ ആയതുകൊണ്ട് നോർമൽ വർക്കിംഗ് ഡ്യൂട്ടിയെക്കാട്ടിലും 2 hours കുറച്ച് വർക്ക് ചെയ്താൽ മതി. പിന്നെ ഇന്ന് പോയിട്ട് ഒരു ഷോപ്പിംഗ് ഉണ്ട്. അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല. പിന്നെ ഈ വെയിലും കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഗൈസ്. ഞാൻ ഈ കരാമ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന റൂട്ടിൽ കൂടിയാണ് സ്ഥിരം പോവാറ്. ഇപ്പൊ പോകുന്നത് കാരണം തന്നെ വലിയ തിരക്കൊന്നുമില്ല. സാറ്റർഡേ നൈറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാവും. പിന്നെ സ്ഥിരം പോകുന്ന കാരണം വെറൈറ്റി ടൈപ്പ് സ്നാക്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ റൂം എത്താറായി ഗൈസ്. ഇനി നേരെ നമ്മൾ ലിസ്റ്റിലേക്ക്. അങ്ങനെ റൂമിന്റെ അവിടെ എത്തി ഡോർ ഓപ്പൺ ചെയ്തതും അശ്വ ചേച്ചി അതിശയത്തോടെ നോക്കി നിൽക്കുക. ഇതെന്താ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. നല്ല സ്നേഹം കൂടി ഇന്ന് കുക്കിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റൂമിലെത്തിയിട്ടും ആളിതുവരെ റെഡി ആയിട്ടില്ല. പിന്നെ അവള് വരുന്ന ടൈം കൊണ്ടൊന്ന് ചോറ് വെക്കാൻ നേരത്തെ അരി ഇട്ടു. പക്ഷെ അവള് 10 മിനിറ്റിനുള്ളിൽ റെഡിയായി വന്നതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പോകേണ്ടി വന്നു. അപ്പോഴത്തേക്കും അശ്വ ചേച്ചി ജിമ്മിന് പോകാൻ വേണ്ടി റെഡിയായി. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞാൻ സ്നേഹം നേരെ സീൻ എക്സ്പ്രസിലേക്ക് പോയി. കാരണം നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അവിടെ ചെന്ന് നേരെ കുറെ സാധനം എടുത്ത് നോക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ. ഇവിടെ ഫ്രൈഡേ ആണ് ഓഫർ ഉണ്ടാവുക. പിന്നെ നമ്മൾ 2-3 സാധനം മാത്രമാണ് വാങ്ങിക്കാൻ വന്നത്. പക്ഷെ എല്ലാ സാധനം എടുത്തു നോക്കി. ഈ എടുത്തു നോക്കുന്ന സാധനം ഒന്നും വാങ്ങിക്കാനല്ല, ചുമ്മാ നോക്കിയിട്ട് അവിടെ തന്നെ വെക്കും. അങ്ങനെ എല്ലാ സെക്ഷനിലും പോയി വേണ്ട സാധനം മാത്രം എടുത്ത് വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. നേരെ കാണുന്ന ഷോപ്പിൽ പോയി ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. ഒരു മിഠായി എനിക്ക് അനാമിക തന്നു. സ്നേക്ക് റൂം നോക്കാൻ വേണ്ടി 2 days മുമ്പ് എനിക്ക് റൂം നോക്കാൻ പോയ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. ആദ്യം പോയത് കൊണ്ട് വലിയ വഴി പരിചയമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അന്ന് ഞങ്ങൾ പോയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കറങ്ങി തന്നെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഗൂഗിൾ മാപ്പ് നോക്കണ്ട, എനിക്ക് വഴി അറിയാന്ന്. ചെറിയൊരു ഡൗട്ട് വന്ന കാരണം ഗൂഗിൾ മാപ്പ് നോക്കി. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 14 ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ 21 ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം നന്നായിട്ട് വീണ്ടും കരാമ ഫുഡ് ഫെസ്റ്റിവൽ റൂട്ട് നന്നായിട്ട് കറക്കി. അങ്ങനെ ഞാൻ സ്നേഹ ഓഫീസിന്റെ ബാക്കിലെത്തി. സോ ഇവിടം വരെ വന്നല്ലേ എന്ന് കരുതി ഞാൻ സ്നേഹ എന്റെ ഓഫീസൊക്കെ കാണിച്ചു കൊടുത്തു. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ബുർജയിലേക്ക് കാണാൻ പറ്റും. മാപ്പൊക്കെ ഓഫ് ചെയ്ത് ഓഫീസിന്റെ അവിടെ നിന്ന് നേരെ നടക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷൻ അതല്ല. മദീന സൂപ്പർ മാർക്കറ്റ് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയത് വേറെ മദീന സൂപ്പർ മാർക്കറ്റിലായിരുന്നു. പിന്നെ തിരിച്ച് ആ ലൊക്കേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് പോകേണ്ട ക്ഷമയില്ലാത്ത കാരണം നേരെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ വന്ന വഴി നേരെ തിരിച്ച് റൂമിലെത്തി ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ മിനി വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.